ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്ന ചൈനീസ് ബോൾസത്തിൻ്റെ വിശേഷമായിട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഞാൻ ചൈനീസ് ബോൾസം എങ്ങനെയാണ് നട്ട് വേര് പിടിപ്പിക്കുന്നതെന്നൊക്കെ അറിയാം. അപ്പം എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾ സ്ഥിരമായിട്ട് കാണണം. വീഡിയോസ് കിട്ടാനായിട്ട് നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തി വെച്ച് കഴിഞ്ഞാലേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് ഞാൻ 40 രൂപ കൊടുത്തിട്ട് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടൊരു ചെടിയായിരുന്നു കേട്ടോ. ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചെടികളൊന്നും എനിക്ക് പൂർണ്ണമായിട്ടും രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിച്ചിട്ടില്ല കേട്ടോ. കൂടുതലും ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്നൊക്കെ ചെറിയ ചെറിയ തണ്ടുകളൊക്കെ കൊണ്ടുവന്ന് നട്ട് അതിനെ ഞാൻ ഇങ്ങനെ നന്നായിട്ട് എടുക്കുക ചെയ്യുന്നത്. ഇതൊക്കെ കണ്ടോ, ഇതെല്ലാം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ പോകുമ്പോൾ അവർ ചെറിയ ചെറിയ ഓരോ തണ്ടുകളൊക്കെ തന്നത് ഞാനിങ്ങനെ കൊണ്ടുവന്ന് നട്ട് വെച്ച് കിളിപ്പിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഞാൻ എന്നും ഈ ചെടി നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വെള്ളം ഒഴിക്കാനും അതുപോലെ എന്നും ഞാൻ അതിനെ പോയി നോക്കും കേട്ടോ. ചെറിയ ചെറിയ ഇലകൾ പഴുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം പറിച്ച് കളയും. അങ്ങനെ ഒരു ദിവസം ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇത് കണ്ടോ, ഇത് 40 രൂപ കൊടുത്ത് ഞാൻ ഈ ചെടി വാങ്ങിച്ച് വെച്ചതായിരുന്നു. അത് കണ്ടല്ലോ, ഇവിടെ വന്ന് നട്ടെല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ അടിഭാഗത്തു നിന്ന് മൊത്തം അഴുകി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ അങ്ങ് വിഷമമായി പോയി. കാരണം ഒരു വെള്ള കളറിലെ പൂവായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറുമാണ് ഈ ചൈനീസ് ബോൾസത്തിലെ വെള്ള കളറ്. അപ്പോൾ ഞാൻ എന്തോ അതിനകത്തുനിന്ന് പറിച്ചെടുത്തിട്ട് അതിൻ്റെ ചീഞ്ഞ ഭാഗം കട്ട് ചെയ്തിട്ട് വെള്ളത്തിനകത്ത് ഇറക്കി വെച്ച് ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോൾ അതിന് വേര് വന്നായിരുന്നു കേട്ടോ. പിന്നെ ഇതും ഞാൻ അങ്ങനെ തന്നെ കടയിൽ നിന്ന് വാങ്ങിച്ച് വെച്ച് പറഞ്ഞാൽ ഇതൊരു വെള്ള കളറാണ്. പക്ഷേ ഇതിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായൊന്നുമില്ല. ഇതുപോലെ എപ്പോഴും ഇങ്ങനെ കാറ്റൊക്കെ ഉള്ളതുകൊണ്ടേ ഇലകളെല്ലാം വന്ന് ഇതിനകത്ത് പൊഴിഞ്ഞ് വീഴുവേ. അപ്പോൾ ഞാൻ ഈ ഇലകളെല്ലാം ഇങ്ങനെ ഞാൻ പറിച്ച് കളയും. പിന്നെ ഇത് അത്യാവശ്യം ഇതുണ്ട്, ഈ ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു. പിന്നെ ഞാൻ ഇതിന് അത്യാവശ്യം ആരോഗ്യമൊക്കെ ഉള്ളത് കൊണ്ട് അതിൻ്റെ ചെറിയ മുളകളൊക്കെ ഞാനിങ്ങനെ ഒടിച്ചൊടിച്ച് കളയുമ്പോഴത്തേക്കുണ്ടല്ലോ അധികം അങ്ങ് പൊങ്ങി അങ്ങ് പോകാണ്ട് നല്ല ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും. പൂക്കളൊക്കെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കുമേ. അങ്ങനെ ഞാനത് ഇതിൻ്റെ ഒരെണ്ണം മുള ഒടിച്ചു വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ട് അതിൽ നിന്ന് 3 മുളകൾ ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരുപാട് പ്ലാന്റുകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. കാരണം ഒരു ചെടി നശിച്ചു പോയി കഴിഞ്ഞാലും നമുക്ക് വേറെ ഒരെണ്ണം കിട്ടുമല്ലോ. അങ്ങനെ വേറെ പ്ലാന്റുകളൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇതുണ്ടോ, പിന്നെ ഇത് ഞാൻ ഒരു ഡബിൾ പെറ്റലാണ് കേട്ടോ. ഇതിൻ്റെ ഒറ്റൊരു വെറൈറ്റി എൻ്റെ കയ്യിലുള്ളൂ. ഇത് ഞാൻ ആൻറ്റിയുടെ വീട്ടിൽ പോയപ്പോൾ എനിക്ക് ചെറിയൊരു തണ്ട് തന്നതാണ്. പക്ഷേ രക്ഷപ്പെടുമെന്നൊന്നും വിചാരിച്ചതൊന്നുമല്ല കേട്ടോ. പക്ഷേ അത് രക്ഷപ്പെട്ട് കിട്ടിയായിരുന്നു. ഒറ്റൊരു തണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ എന്തോ ചെയ്ത് വേരെല്ലാം വന്ന് നല്ല അത്യാവശ്യം ഒരു ആരോഗ്യമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഇതുപോലെ മേൽഭാഗത്തു നിന്നൊരു തണ്ട് അങ്ങ് ഒടിച്ച് കളഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ അത് നല്ല ബുഷിയായിട്ട് ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോൾ നല്ല ബുഷിയായിട്ട് അതങ്ങ് വന്ന് ഒത്തിരി ഗ്രോത്ത് ടിപ്പൊക്കെ ആയിട്ട് നന്നായിട്ട് കിളുത്ത് വന്ന്. പിന്നെ ഈ ഒടിച്ച് കളയുന്ന തണ്ട് ഞാൻ കളഞ്ഞില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ വേര് വെച്ച് കിട്ടുവാണെങ്കിലേ നമുക്ക് ഒരു പ്ലാന്റും കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ ഈ ഒടിക്കുന്ന ഭാഗങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് ചുമ്മാ മണ്ണിനകത്ത് അങ്ങ് കുഴിച്ച് വെക്കും. മണ്ണിനകത്ത് കുഴിച്ച് വെച്ച് അങ്ങനെ രക്ഷപ്പെട്ട് കിട്ടിയതായിരുന്നു കേട്ടോ. ഇത് ചെറിയൊരു തണ്ടായിരുന്നേ. ഇതുണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ ഇതിന് നന്നായിട്ട് വേരെല്ലാം വന്നത് കണ്ടോ. ഒരു പൂവൊക്കെ ഉണ്ടായി നിൽക്കുന്നത് നന്നായിട്ട് വേരെല്ലാം വന്ന് എല്ലാം റെഡി ആയിട്ട് നിൽക്കുക. അപ്പം നമുക്ക് അതേന്ന് തന്നെ നമുക്ക് 2 പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ലേ. ഇനി ഞാൻ എന്നറിയാമോ, ഇത് മണ്ണിനകത്തോട്ട് തന്നെ ഇറക്കി വെക്കുകയാണ്. കുറച്ച് ഇപ്പോൾ നമ്മൾ പറിച്ചതിൻ്റെ ഒരു വാട്ടം വരാൻ സാധ്യത കൂടില്ല. അപ്പോൾ ഒരു 2-3 ദിവസം കൂടി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇതിൻ്റെ മേൽഭാഗത്തുനിന്ന് വീണ്ടും ഈ പൂ ഉണ്ടായിരിക്കുന്ന ആ മുള അങ്ങ് ഒടിച്ചു വിട്ട് കഴിയുമ്പോഴത്തേക്ക് അത് വീണ്ടും നല്ല ബുഷിയായിട്ട് കിളുത്ത് വരും. അങ്ങനെ നട്ടതാണ് കേട്ടോ ഈ ഒരു ചെടി. ഇത് ശരിക്കും ഞാൻ വേറെ ഒരു പ്ലാന്റിൽ നിന്ന് ഞാനും അത് നന്നായിട്ട് ബുഷിയാകാൻ വേണ്ടി ഇത് മുള ഒടിച്ചെടുത്തതായിരുന്നേ. അത് ഞാൻ ചുമ്മാ ഇങ്ങനെ മണ്ണിനകത്തോട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കിളുത്ത് വന്നേക്കുന്നതാണിത് കണ്ടോ. അപ്പോൾ എനിക്ക് ഇത്രയും കളറുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ ചെയ്യാൻ മെയിൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് ഒരു ചെറിയൊരു പീച്ച് കളറായിരുന്നു കേട്ടോ. പക്ഷേ അതിനകത്ത് ഈ കുറേ എണ്ണം കൂടി നിൽക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വെറൈറ്റി കളറുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇത് കണ്ടോ, ഒരു വെറൈറ്റി കളർ എനിക്ക് ഉണ്ടായി കിട്ടിയേക്കുന്നതാണ് കേട്ടോ. ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചേക്കുന്നത്. നോക്കിക്കേ, ഒരു പീച്ചിൻ്റെ കൂട്ടത്തിൽ ഒരു പിങ്കും കൂടി ആയിട്ട് നല്ല ഭംഗിക്ക് നിൽക്കുന്നില്ലേ. ഇതെങ്ങനെ സംഭവിച്ചതെന്നൊന്നും അറിയത്തൊന്നുമില്ല. ഞാൻ ഈ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്, നമുക്ക് ഒരു പ്ലാന്റിൽ നിന്നും വേറെ പല കളറുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിലും ഇത് രക്ഷപ്പെടുത്തി എടുക്കാനൊന്നും എനിക്ക് സാധിച്ചിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാതെ ഉണ്ടായേക്കുന്നതാണേ. ഇനി ഇത് ഇച്ചിരി ഒരു ആരോഗ്യമൊക്കെ ആയി കഴിയുമ്പോൾ ഞാൻ ഇവിടുന്ന് ഒടിച്ചെടുത്തിട്ട് മണ്ണിനകത്തോട്ട് അങ്ങ് കുഴിച്ച് വെക്കും.
അപ്പോഴത്തേക്ക് നമുക്ക് അതും നല്ലൊരു പ്ലാന്റായിട്ട് നിൽക്കും. അതിൽ നിന്ന് വേറെ വേറെ പ്ലാന്റുകളൊക്കെ കൊണ്ടൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ എപ്പോഴും ചെടികൾ നടുമ്പോൾ ഉണ്ടല്ലോ, മണ്ണിനകത്ത് കുഴിച്ച് വെക്കുകയാണെങ്കിൽ ഏറ്റവും ചെറിയൊരു മേൽഭാഗത്തുനിന്ന് ചെറിയൊരു കൂമ്പ് വരുന്ന ഭാഗം മാത്രമേ മണ്ണിനകത്ത് കുഴിച്ച് വെക്കാവുള്ളൂ കേട്ടോ. എങ്കിലേ നമുക്ക് പൂർണ്ണമായിട്ട് ആ ചെടീനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. അതല്ല വലിയ തണ്ടുകൾ, മൂത്ത തണ്ടുകളാണ് നമ്മൾ ഒടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ കഴിവതും നമ്മൾ വെള്ളത്തിൽ വെച്ച് തന്നെ വേര് പിടിപ്പിച്ചിട്ട് അത് നട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ചെടീനെ ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. എൻ്റെ അനുഭവം അങ്ങനെയാണ് കേട്ടോ. അല്ലാതെ ഞാൻ നല്ല മൂത്ത തണ്ടുകൾ എപ്പോൾ കൊണ്ടുവന്ന് കുഴിച്ച് വെച്ചോ അതൊന്നും എനിക്ക് രക്ഷപ്പെട്ട് കിട്ടിയിട്ടില്ല. അത് മൊത്തം ചീഞ്ഞല്ലേ വാടിയൊക്കെ പോവുകയാണ് ചാൻസ് കൂടുതൽ. പിന്നെ ഇത് കണ്ടോ, നല്ല ഭംഗിയില്ലേ. ഇതിപ്പോൾ എങ്ങനെ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയത്തൊന്നുമില്ല. ഇന്നിപ്പോൾ യാദൃശ്ചികമായിട്ട് ഞാൻ കണ്ടതാണ് കേട്ടോ. അപ്പം ഞാൻ കണ്ടപ്പോൾ ഒരു വീഡിയോ ആക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ചൈനീസ് ബോൾസത്തിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ടാകുമല്ലോ. ഇതുപോലെ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടും ചെടികൾ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നവരൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ അവരൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ വീഡിയോ ആക്കിയെന്നേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ എങ്ങനെയാണെന്നത്തില്ല, എന്തെങ്കിലും പൂമ്പാറ്റയോ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കയറി ഇരുന്ന് അതിൻ്റെ പൂമ്പൊടിയൊക്കെ ഇങ്ങനെ പറ്റി വേറെ കളറുകൾ ഉണ്ടായതായിരിക്കും. ഇനിയിപ്പോൾ ഇത് ആദ്യം ഞാൻ വിചാരിച്ചത് ചിലപ്പോൾ ഈ ചെടി പൊഴിയാറാകുമ്പോൾ ഒരു കളർ വ്യത്യാസം വരുമല്ലോ, അങ്ങനെ എങ്ങാനും സംഭവിച്ചായിരിക്കും എന്ന് ഓർത്തത് കേട്ടോ. പിന്നെ ഞാൻ അതിനെ ഇങ്ങനെ കുറച്ച് നേരം കൂടി സൂക്ഷിച്ചൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ആ നിൽക്കുന്ന ഒരു പൂ കണ്ടില്ലായിരുന്നോ, അത് വിരിഞ്ഞ് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ മൊട്ടൊക്കെ ആണെങ്കിലും അതിലും ഈ ഒരു കളർ ചേഞ്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടോ ഈ പൂ ഇപ്പം വിരിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഡിഫറെൻറ്റ് കളർ ഇതിനകത്തിന് ഉണ്ടായേക്കുന്നതാണേ. ഇതിപ്പം ഞാൻ കുറേ നേരം സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ തേനീച്ചകളൊക്കെ വന്നിട്ട് ഈ ചെടികളിലും പൂവുകളിലും ഒക്കെ കയറിയിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ഉറുമ്പൊക്കെ ഇല്ലേ, ഉറുമ്പൊക്കെ കയറിയിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും പരാഗണമൊക്കെ ഒന്ന് സംഭവിച്ച് കളറ് മാറിയേക്കുന്നതായിരിക്കാം. അപ്പോൾ എന്തായാലും ഞാൻ വളരെ ഹാപ്പിയായി കേട്ടോ. കാരണം എനിക്ക് വേറൊരു പ്ലാന്റും കൂടെ ഉണ്ടായി കിട്ടിയല്ലോ എന്നുള്ളൊരു ഭയങ്കര ഒരു സന്തോഷമാണ്. പിന്നെ ആർക്കെങ്കിലുമൊക്കെ ചെടികളൊക്കെ വേണമെങ്കിൽ പറഞ്ഞേച്ചാൽ മതി, ഞാൻ ചെടികളൊക്കെ അയച്ചു തരാം. ഇത് കണ്ടോ, ഒരു തേനീച്ച വന്നിരിക്കുന്നത്. കുറേ നേരം ഞാൻ നോക്കിയപ്പോഴാണ് കേട്ടോ ഈ തേനീച്ച ഇങ്ങനെ വന്നിരിക്കുന്നത് കണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും പൂമ്പൊടിയൊക്കെ പറ്റി ഡിഫറെൻറ്റ് കളർ ആയേക്കുന്നതായിരിക്കും. പിന്നെ ഇതിന് ഒരു ചെറിയൊരു കായ ഉണ്ടാകും. ആ കായ നന്നായിട്ട് മൂത്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മണ്ണിലിട്ട് അതിനെ കിളിപ്പിച്ചെടുക്കാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ ഇതുണ്ടോ, ഒരു ഉറുമ്പ് അതിനകത്തൂടി കയറി നടപ്പുണ്ടായിരുന്നു. ആദ്യമേ ഈ ഉറുമ്പ് മറ്റേ ആ പിങ്ക് പൂവിലിരുന്നായിരുന്നു കേട്ടോ. അതേന്ന് കയറിയിട്ട് പിന്നെ ഈ വൈറ്റ് ചെടിയിലോട്ട് കയറിയേക്കുന്നതാണ്. അങ്ങനെ പൂമ്പൊടി പറ്റി വേറെ കളറുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കാം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു ഓഫറാണ് ഒരുക്കി വെച്ചേക്കുന്നത്. എൻ്റെ കയ്യിലുള്ള ചെടികളിൽ നിന്നും എല്ലാ കളറിൽ നിന്നും 1-2 കട്ടിങ് ഞാൻ അയച്ചു തരും. കൊറിയർ ചാർജ് മാത്രം തന്നേച്ചാൽ മതി. അപ്പം കട്ടിങ് വേണ്ടവർ വേഗം കമൻറ്റ് ഇട്ടോളൂ. 2 പേർക്കേ ഉണ്ടാകത്തുള്ളൂ ഈ ഓഫർ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.